കവിഞ്ഞൊഴുകുമി അനുഗ്രഹം, നിറഞ്ഞൊഴുകുമി അനുഗ്രഹം, കവിഞ്ഞൊഴുകുമി അനുഗ്രഹം. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നമ്മൾ കേൾക്കൊണ്ടിരിക്കുക കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഈ കഴിഞ്ഞ 2-3 എപ്പിസോഡിലൊക്കെയും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു വിശ്വാസിയുടെ നാവിൻ്റെ, ഒരു വിശ്വാസിയുടെ വാക്കുകളുടെ അധികാരം, നാവിൻ്റെ അധികാരം അത് എന്താണെന്ന്. പ്രിയപ്പെട്ടവരെ, രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി, കർത്താവായ യേശുവിനെ സ്വീകരിച്ച ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ഓരോ വാക്കും വിലപ്പെട്ടതാണ്. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുവാൻ കഴിവുള്ളതാണ്, ശക്തിയുള്ളതാണ് നമ്മുടെ വാക്കുകൾ. നമുക്കറിയാം, ദൈവം ഒരു വാക്ക് കൽപ്പിച്ചപ്പോൾ നമ്മൾ ഈ കാണുന്നതെല്ലാം സൃഷ്ടിക്കപ്പെട്ടു. അതുപോലെ തന്നെ കർത്താവായ യേശുവിനെ സ്വീകരിച്ച ഒരു വ്യക്തി ദൈവത്തിൻ്റെ ആ അധികാരം അത് നമുക്ക് നൽകിയിരിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു വാക്ക് കൽപ്പിക്കുമ്പോൾ ശൂന്യമായിരിക്കുന്ന എൻ്റെ ഭവനത്തിൻ്റെ അവസ്ഥകളിൽ നിറവിൻ്റെ അനുഭവം ഉണ്ടാവും. എൻ്റെ തകർന്നിരിക്കുന്ന ആ വിഷയങ്ങളിൽ അത്ഭുതങ്ങൾ നടക്കും. എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും ഞാൻ പറയാം, നമ്മുടെ നാവിനെ നല്ലത് പറയാൻ ഉപയോഗിക്കുക. പരിശുദ്ധാത്മാവിനോട് പറയുക, പരിശുദ്ധാത്മാവാം ദൈവമേ, എൻ്റെ നാവുകളെ സൂക്ഷിക്കുവാൻ എന്നെ ഒന്ന് സഹായിക്കണം. പരിശുദ്ധാത്മാവ് നല്ലൊരു കാര്യസ്ഥനാണ്. ഞാനത് ആഗ്രഹിച്ചാൽ പരിശുദ്ധാത്മാവ് എന്നെ അതിന് സഹായിക്കും. ദൈവവചനത്തിൽ നമ്മളെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേട്ടു, കെട്ടുവാനും അഴിക്കുവാനുമുള്ള അധികാരം, പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കുവാനുള്ള അധികാരം കർത്താവിൻ്റെ നാവിൽ തന്നിരിക്കുക. ഞാൻ ഉണ്ടാകട്ടെ എന്നൊരു വാക്ക് പറയുമ്പോൾ എൻ്റെ ഭവനത്തിൽ ഇല്ലാത്തതെല്ലാം ഉണ്ടായി വരും. അതൊരു വാസ്തവമാണ്. അതുകൊണ്ട് ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, നമ്മൾ അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. കർത്താവിൻ്റെ സന്നിധിയിൽ വന്നാൽ ഒരാൾ പോലും ലജ്ജിക്കാൻ കർത്താവ് അനുവദിക്കത്തില്ല. നാട്ടുകാരുടെ മുമ്പിൽ, ബന്ധുക്കളുടെ മുമ്പിൽ, ചാർച്ചക്കാരുടെ മുമ്പിൽ അത്ഭുതത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ അടയാളമാക്കി നിർത്താൻ ആ കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തത്. എന്നാൽ ആ അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ വരണമെങ്കിൽ എൻ്റെ ജീവിതത്തെ, എൻ്റെ നാവിനെ ഞാനൊന്ന് സൂക്ഷിക്കണം. മറ്റുള്ളവരുമായി ഞാൻ ഇടപെടുമ്പോൾ, മറ്റുള്ളവരുമായി ഞാൻ സംസാരിക്കുമ്പോൾ അവർ പറയണം ഇതൊരു ദൈവ പൈതലാണെന്ന്. നമ്മുടെ വാക്കുകൾ കേൾക്കുമ്പോൾ അവർ പറയണം. നമുക്കറിയാം, വചനത്തിൽ പറയുന്നുണ്ട്, കർത്താവായ യേശുവിൻ്റെ നാവിൽ നിന്ന് വന്ന ലാവണ്യ വാക്കുകൾ. നമ്മുടെ കർത്താവ് നമുക്ക് കാണിച്ചു തന്ന മാതൃക ലാവണ്യ വാക്കുകൾ പറയുന്ന മാതൃകയാണ്. അതുകൊണ്ട് നമ്മുടെ നാവിൽ നിന്ന് ലാവണ്യ വാക്കുകൾ പുറത്തു വരട്ടെ. സമാധാനം, സന്തോഷം നൽകുന്ന വാക്കുകൾ. അതുകൊണ്ട് ആ വചനത്തിൽ ഇങ്ങനെ പറയും, നിങ്ങൾ ഏതെങ്കിലും ഒരു ഭവനത്തിൽ ചെന്നാൽ സമാധാനമെന്ന് പറവീൻ. അങ്ങനെയാണ് വചനം പറയുന്നത്. ലൂക്കോസ് 10 പറയുക, ഞാൻ സമാധാനമെന്ന് പറയുമ്പോൾ എൻ്റെ ആ വാക്കുകൾ അവിടെ ക്രിയ ചെയ്യും, അവിടെ ഭവനത്തിൽ സമാധാനം വരും. അതുകൊണ്ട് ഇന്ന് ഓരോരുത്തരോടും ഞാൻ പറയാം, നമ്മുടെ നാവിനെ സൂക്ഷിക്കുക. ഇന്ന് കേൾക്കുന്ന ഈ മെസ്സേജും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ രൂപാന്തരത്തിന്, നിങ്ങളുടെ മാത്രമല്ല എൻ്റെയും, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയൊരു രൂപാന്തരം, വലിയൊരു മാറ്റം ഉണ്ടാകുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. പറഞ്ഞു വരുന്നത് നാവിനെ കുറിച്ച്. ആത്മാവ് നിറഞ്ഞപ്പോൾ അവർ കർത്താവിനെ മഹത്വീകരിച്ചു. നമുക്ക് വായിക്കാം അപ്പോസ്തല പ്രവൃത്തികൾ 10:44.
ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിച്ചു. ഓർക്കണേ, ഇവർക്ക് ശരിയായ ദൈവത്തെ വേണ്ട പോലെ അറിയില്ല. ക്രിസ്ത്യാനിയല്ലേ, യഹൂദനല്ല, ബൈബിൾ അറിയില്ല. പക്ഷെ ആത്മാവ് വന്നപ്പോൾ അവർ ആരാധിക്കേണ്ടവനെ എന്ത് ചെയ്തു? അപ്പൊ ആദ്യം എന്തുവാ നടന്നേ പറഞ്ഞേ? അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നു. ഇന്ന് നമ്മൾ പാടിയ പാട്ടേതാ? മഹത്വമേ മഹത്വമേ മഹത്വം തൻ നാമത്തിന്. ഇന്നോട്ട് വീട്ടിൽ പോയി പാടാവോ ഈ ആഴ്ച? അടുത്ത ആഴ്ച വേറൊരു പാട്ട് ഞാൻ പഠിപ്പിക്കാം. എന്നാ ഒന്ന് പാടിക്കേ. മഹത്വമേ മഹത്വമേ മഹത്വം തൻ. ഓ മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യൻ, മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യനെല്ലാ നാളും. പരിശുദ്ധാത്മാവ് നമ്മുടെ നാവിനെ കർത്താവിനെ സ്തുതിക്കാനായിട്ടാണ് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ മനഃപൂർവ്വം പരിശുദ്ധാത്മാവിന്റെ കയ്യിൽ നമ്മുടെ നാവിനെ പിടിച്ചു മാറ്റിയാണ് സ്തുതിക്കാതിരിക്കുന്നത്. ഞാനിന്ന് ആദ്യം പറഞ്ഞത് പ്രകൃതി മുഴുവൻ സ്തുതിക്കുക. എൻ്റെ ശരീരത്തിലെ സെല്ലുകൾ സന്തോഷത്തോടെ സ്തുതിച്ച് വർക്ക് ചെയ്യുക. അതുകൊണ്ട് നമ്മൾ ഇന്ന് പകൽ ഈ കേട്ട വചനം ഏറ്റെടുത്ത് നമ്മുടെ ശരീരത്തോടുകൂടെ നിറവോടുകൂടെ ആത്മാവിനോട് ചേർന്ന് ഞാൻ സ്തുതിക്കുന്ന വ്യക്തിയായിരിക്കും. വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ സ്തുതിക്കുന്ന വ്യക്തിയായിരിക്കും. ഈ ആഴ്ച ഒരു ഹോംവർക്ക് ഉണ്ട്. തന്നെത്താനെ ഒരു പാട്ട് എഴുതിയിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. അടുത്ത ആഴ്ച വരുമ്പോൾ ഒരു പുതിയ പാട്ടുമായി വരണം. പറഞ്ഞാട്ടെ. അതാണ് 1 കൊരിന്ത്യർ 14 പറയാണ്, ആകയാൽ എന്ത് സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തന് സങ്കീർത്തനമുണ്ട്. ദാവീദിന്റെ സങ്കീർത്തനം വായിക്കാനല്ല പറഞ്ഞത്, മനസ്സിലായോ? ഓരോരുത്തൻ എന്തുണ്ട്? അതാണ് എഫേസ്യർ 5:18 പറയുന്നത്, ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും. അപ്പൊ ആത്മാവിൽ നിറഞ്ഞാൽ ഏത് വരും? സങ്കീർത്തനം വരും. ചിലപ്പോൾ അത് വേറൊരാൾ എഴുതിയ പാട്ടായിരിക്കാൻ വരുന്നത്, പക്ഷെ നമ്മുടെ ഉള്ളിൽ ചലിച്ചിട്ട് നമുക്കത്ര എഴുതാനൊക്കെ കഴിവില്ലാത്തതുകൊണ്ട് വേറൊരു പാട്ടായിരിക്കും. പാട്ടുമായി ജീവിക്കണം. അപ്പൊ എന്ത് സംഭവിക്കും? പാട്ടും പാടി ജീവിതം മുമ്പോട്ട് പോകും. ഭാരപ്പെട്ടിരുന്നാൽ മുഴുവൻ വിഷയമാണ്. ഖനമുള്ള സാധനങ്ങൾ ഈ പിടിവണ്ടിയിലൊക്കെ തള്ളുന്നവർ അവർ പാട്ടുപാടിയാണ് ചെയ്യുന്നത്, അല്ലേ? അല്ലേ? പ്രകൃതിയിൽ തന്നെ ഒരു ഈണം, ഒരു ഗാനം കർത്താവ് വെച്ചിട്ടുണ്ട്. 7 സ്വരങ്ങൾ കർത്താവ് വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാറ് നടുന്നവർ ആ ഉച്ചവെയിലത്ത് അവർ തളരാതിരിക്കാൻ വരെ എന്ത് ചെയ്യുന്നു? പാട്ട് പാടുന്നു. ദൈവമക്കൾക്ക് പാട്ട് തന്നിരിക്കുക. വീണ്ടും ദൈവത്തിന്റെ ആത്മാവ് എന്നോട് നിങ്ങൾ ചോദിക്കുന്നു, where is the song that I have given you? ഞാൻ നിനക്ക് തന്ന പാട്ട് എവിടെ? ഞാൻ നിനക്ക് തന്ന പേഴ്സ് എവിടെ എന്നല്ല ചോദിച്ചത്. ഞാൻ നിനക്ക് തന്ന ആ പാട്ടിനകത്ത് പേഴ്സ് ഉണ്ട്, ആ പാട്ടിനകത്ത് സൗഖ്യമുണ്ട്, ആ പാട്ടിനകത്ത് വിടുതലുണ്ട്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കുക. ചിരിക്കുക. 1-2 പേരോട് പറഞ്ഞ് ചിരിക്കുക, സ്തുതിക്കുക, വെല്ലമൊക്കെ കഴിക്കുക, ഫ്രീ ആയിട്ടിരിക്കുക. നമ്മളൊരു ടൂറിലാണ്. ഹല്ലേലൂയ. സ്തോത്ര 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 സ്തോത്ര. എല്ലാവരും കർത്താവിനെ മഹത്വപ്പെടുത്തിക്കേ. എല്ലാവരും ഒന്ന് കർത്താവിനെ സ്തുതിച്ച്. അവർ കർത്താവിനെ സ്തോത്രം. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ. അപ്പൊ പരിശുദ്ധാത്മാവ് വന്നാൽ ആദ്യം ഉണ്ടാവുക ഏതാണ്? ദൈവത്തിന് സ്തുതി. അപ്പോൾ നമ്മുടെ നാവ് കർത്താവ് തന്നത് എന്തിനാ? പുതിയ നിയമവിശ്വാസിക്ക് നാവ് പ്രകീർത്തനം. അവരൊക്കെ പറഞ്ഞാട്ടെ. നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ 2 വായിക്കുന്നു, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ഒരു മുഴക്കമുണ്ടായി. അഗ്നിജാല പോലെ വളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. എല്ലാവരും ആത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ കൊടുത്തു. നമ്മൾ വിചാരിച്ച് യേശു അങ്ങോട്ട് പോയി ആത്മാവിനെ വിട്ട് അവിടുന്ന് വേറെ കണ്ടെല്ലാം കൊണ്ടുവരുമെന്ന്. കൈവിടുത്തറ എൻ്റെ പൊന്നു മോളെ ഉച്ചരിക്കാനാ തന്നെന്ന് പറഞ്ഞു. എന്തൊക്കെ വേണേ കൊടുക്കാറുന്നല്ലേ? പക്ഷെ എന്തുവാ കൊടുത്തേ? നമ്മുടെ ഉച്ചാരണം ശരിയാക്കിയാൽ ബാക്കിയെല്ലാം ശരിയാണ്. അവരുടെ ഉച്ചാരണം ശരിക്കും അങ്ങോട്ട് ഉച്ചരിച്ചു. 2 കൂട്ടം ആൾക്കാർ കൂടി. ഒരു കൂട്ടർ വന്നിട്ട് പറഞ്ഞു, ഇവർ പുതുവീഞ്ഞ് അപ്പോ അവരെ കണ്ടാൽ എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞു. ഈ ഉച്ചരിച്ചവരെ കണ്ടാൽ എങ്ങനെ ഇരിക്കും നിങ്ങൾ പറ.
ഇന്ന് എൻ്റെ ആരാധനയൊക്കെ കണ്ടില്ല, ഏകദേശം ആ സൈസ് ഇരിക്കും. രണ്ടടിച്ചൊരു മട്ട. ഞാൻ പണ്ട് ഈ ദൈവമക്കളൊക്കെ ആരാധിക്കുന്ന സ്ഥലം കാണുമ്പോൾ കൂട്ടുകാരോട് പറഞ്ഞു, ഇവന്മാർ ഈ മീറ്റിങ്ങിന് മുമ്പേ സ്റ്റേജിൻ്റെ പുറകിൽ പോയി രണ്ടടിക്കുന്നു. കാരണം അന്ന് ഞാൻ രണ്ടടിച്ചുകൊണ്ടിരുന്ന കാലമാണ്. രണ്ടടിച്ചിട്ട് തന്നെ നമുക്ക് ഇത്രയും ഫിറ്റാകാൻ പറ്റുന്നില്ല. നിശ്ചയമായിട്ട് ഓർത്ത് ഇങ്ങനെ നാണം കെട്ട് കാണിക്കണമെങ്കിൽ ഇവരുടെ എന്തടിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് മനസ്സിലായത് അന്ന് ഞങ്ങൾ അടിച്ചതിനേക്കാൾ വീര്യത ഉള്ളതാണ് ഇവിടെ ഉള്ളവരടിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ പ്രസംഗിക്കുന്നത്, ദൈവമക്കൾ വിശ്വാസത്തിൽ വന്നാൽ കുടി നിർത്തരുത്, ബ്രാൻഡ് മാറ്റണം. കുടി നിർത്തരുത്. അന്ന് കുടിച്ചുകൊണ്ടിരുന്ന സാധനം ഇനി എന്ത് ചെയ്യരുത്, കുടിക്കരുത്. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകും, നിന്റെ ജീവിതം മുഴുവൻ കുഴയും. ഇവിടെ ചിലര് കുടിച്ച് ലക്ഷങ്ങൾ നഷ്ടപ്പെടുത്തി ജീവിതം കഴിഞ്ഞ് വിറച്ച് വന്നിട്ടുണ്ട്. നിന്ന് കാണാൻ വന്നിട്ടുണ്ട്. ഇന്നലെ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ വലിയ മാറ്റം ഉണ്ടെന്നാണ് പറയുന്നത്. പ്രൈസലോ, സാത്താനാണ്. പക്ഷേ എന്ത് നിറയണം, കുടി നിർത്തിയിട്ട് പോകാനല്ല ഇവിടെ വരേണ്ടത്. കഴുത്ത് പറ, ഞങ്ങൾ കുടിക്കുന്ന കുടിച്ചേച്ച് പോകണമെന്ന് പറ. വേറെ വല്ലവരുടെയും ആരാധനയ്ക്കും ഡാൻസും കണ്ട് മാർക്കിട്ടേച്ച് പോകണ്ടെന്ന് പറ. ഈ കൂടെ ഡാൻസ് ചെയ്യണം. ഞങ്ങൾ കുടിക്കുന്ന സാധനം നിങ്ങളും കുടിക്കണം, ആത്മാവിൽ നിറഞ്ഞ അങ്ങനെ. അപ്പോൾ നാട്ടുകാരെന്തോ പറ, ഇവർ പുതുവീഞ്ഞ്, താൻ കാൽവറിയാകുന്ന ചക്കിൽ താനാകുന്ന മുന്തിരി ആട്ടിയെടുത്തപ്പോൾ വന്ന ഈ ദ്രാക്ഷാരസം, ഈ വീഞ്ഞ്, എല്ലാ ഭാരവും മാറ്റുന്ന, എല്ലാ വേദനയും മാറ്റുന്ന ഈ വീഞ്ഞ്, അതിലൊന്ന് ആനന്ദിച്ച് ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഞായറാഴ്ച വന്ന് 2 അന്യഭാഷ പറഞ്ഞിട്ട് പോകുന്നവരല്ല ദൈവമക്കൾ. ജീവിതത്തിൽ ഇത് ചെയ്യണം. തിങ്കൾ, ചൊവ്വ, ബുധൻ ഓഫീസിലിരിക്കുമ്പോൾ, വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു പാട്ട് മനഃപൂർവ്വമായി പാടുക. വെറുതെ വരുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, രാവിലെ എഴുന്നേറ്റ കട്ടിൽ തന്നെ അല്ല താഴോട്ട് ഇറങ്ങി ഇരുന്നിട്ട് എന്ത് ചെയ്യണം, ഒരു 5 മിനിറ്റ് പാട്ട് വരുന്നില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം രാവിലെയാണ് ഭാരം കൂടുതൽ. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ കസിൻ ഡോക്ടർ മാത്യു സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, മനുഷ്യർക്ക് രാവിലെ ആ പ്രഷർ കൂടുന്നത്. കാരണം ഒരു ദിവസത്തെ ഭാരം മുഴുവൻ മുമ്പിലിരിക്കുകയാണ്. ആ പ്രഷറെല്ലാം ഇറക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, ഒരു പാട്ടൊക്കെ പാടി സന്തോഷം. രാവിലെ പാടാമെങ്കിൽ അന്ന് മൊത്തം പാടാം, രാവിലെ കരയാമെങ്കിൽ അന്ന് മൊത്തം കരയാം. എന്ത് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. സഭ ഉദ്ഘാടനം ചെയ്ത് ചിരിയും പാട്ടും അഭിഷേകവും കുടിയും ഒക്കെ ആയിട്ടാ ചേർന്നൊരു കുടിയും തീറ്റിയും ആണോ അല്ലയോ? അവർ ആത്മാവിനെ പാനം ചെയ്തു, ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു, ഉല്ലാസവും ഹൃദയമാർത്ഥം കൊണ്ടു. ഇതാണ് സഭ. അവരങ്ങനെ പാടി ഉല്ലസിച്ച് സ്തുതിച്ച് ആരാധിച്ച് മുമ്പോട്ട് പോയി. നമ്മളിങ്ങനെ വായിക്കുന്നു, അവർക്ക് ധാരാളം കൃപ ലഭിച്ചിരുന്നു. മുട്ടുള്ളവൻ ആരും അവരുടെ ഇടയിലില്ലായിരുന്നു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ അവരോട് ചേർത്തോണ്ടിരുന്നു. ആത്മാക്കൾ വന്നുകൂടി. സഭയുടെ എണ്ണം 10,000-മായി, സഭയുടെ എണ്ണം 1,00,000-മായി. ആത്മാക്കൾ വന്നു, സഭ അനുഗ്രഹിക്കപ്പെട്ടു, ദേശങ്ങളെ പിടിച്ചടക്കി, ഉണർവ് വ്യാപരിച്ചു. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ആമേൻ. അപ്പൊ അവനെ ആത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഇവർ പുതുവീഞ്ഞു കുടിച്ചിരിക്കുന്ന ഒരു ഭാഗം പറഞ്ഞു. വേറെ ചെല്ലു പറഞ്ഞു, ഇവർ ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ 18 ഭാഷക്കാരവർ ഓടി വന്നു. തുടർന്ന് ആ ഉണർവ് മുമ്പോട്ട് പോയപ്പോൾ ഒരു പട്ടണം മുഴുവൻ വിൽക്കുകയാണ്. അതിൻ്റെ സമ്പത്ത് മുഴുവൻ ആരുടെ കാലെ കൊണ്ട് വെക്കുകയാണ്? ആരാധിച്ചവന്റെ കാലെ കൊണ്ട് വെക്കുക. കൈയെടുത്തോർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കാതെ ആരാധിക്കാൻ പറഞ്ഞിട്ട്. സമ്പത്താ എവിടുന്നാ വരുന്നത് നോക്കിയിരിക്കാതെ നിന്റെ നാവിൽ തന്ന ഈ സമ്പത്തിന്റെ എല്ലാം താക്കോല് നിന്റെ നാക്കെ തന്നിരിക്കുക. ഇതിനെ മുഴുവൻ അഴിച്ചുവിടുന്ന, സ്വർഗത്തിന്റെ ഭണ്ഡാരങ്ങളെ തുറന്നുവിടുന്ന, നന്മയുടെ ഭണ്ഡാരത്തെ തുറന്നുവിടുന്ന, ഹല്ലേലൂയ, സ്തുതിയുടെ കീ. സ്തുതി ഒരു കീയാണ്. 1-2 പേരുടെ സ്തുതി ഒരു താക്കോലാണ്. നന്മകളെ തുറന്നുവിടുന്ന, സ്വത്രം സാത്താനെ ജയിലിലടയ്ക്കുന്ന ഈ താക്കോല് കൊണ്ട് നന്മകൾ തുറന്നുവിടാം, സാത്താനെ ജയിലിലിട്ട് പൂട്ടി വീട്ടിൽ പോരാം. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നീ സ്തുതിക്കുമ്പോൾ സാത്താൻ മിണ്ടാതിരിക്കും. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. പ്രകീർത്തനം. അവരാത്മാവിൽ നിറഞ്ഞവർ കർത്താവിനെ എന്ത് ചെയ്തു? പ്രകീർത്തിച്ചു. ഉറക്കെ പറ, എന്ത് ചെയ്തു? രണ്ടാമത്തെ ഭാഗവും ഞാൻ നിങ്ങളോട് പറഞ്ഞു, അതാണ് പ്രഘോഷണം. ഉറക്കെ പറഞ്ഞാട്ടെ. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ പ്രഘോഷിപ്പാൻ എൻ്റെ നാവ് കൊണ്ട് ഞാൻ എന്തിനാ എൻ്റെ നാവ് എനിക്ക് തന്നേ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ നാവുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാൻ
ഉയർത്തുവാനീ ജീവിതം. എൻ്റെ നാവ് കൊണ്ട് എൻ്റെ കർത്താവിൻ്റെ നന്മകൾ മറ്റുള്ളവരെ ഞാൻ അറിയിക്കണം, സുവിശേഷം പറയണം. എൻ്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകൾ, എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത്. എൻ്റെ നാവ് കൊണ്ട് ഞാൻ ആരെ ഉയർത്തും? വേറെ ആരെ ഞാൻ ഉയർത്തത്തില്ല, വേറെ ആരെ ഞാൻ ഉയർത്തത്തില്ല. ചിലയിടയ്ക്ക് എന്നോട് ചോദിക്കാറുണ്ട്, മോശയുടെയും ദാവീദിൻ്റെയോ കാര്യം എന്നാ പറഞ്ഞു? ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സില്ലെന്ന്. പക്ഷെ എൻ്റെ കർത്താവ് തൻ്റെ തിരുരക്തമൂറ്റി എന്നെ രക്ഷിച്ച് രാജാക്കന്മാരുടെ കൂടെ ഇരുത്തി. അവനെ അല്ലാതെ വേറെ ആരെയും ഞാൻ പറയത്തില്ല. ഈ നാക്ക് അവനുള്ളതാണ്. ഓ, എത്ര പേര് പറയും, എത്ര പേര് പറയും? കൂട്ടുകാരോട് പറയുമോ? നാട്ടുകാരോട് പറയുമോ? കൂടെ പഠിക്കുന്നവരോട് പറയുമോ? സുവിശേഷം പറയണം. അത് ഉപദേശിയുടെ ജോലിയല്ല, അത് റെയ്നാഡ് ബോങ്കയുടെ ജോലിയല്ല, അത് തങ്കുബ്രദറിന്റെ ജോലിയല്ല, അത് എന്റെ ജോലിയാ. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് എന്നെ വിളിച്ചവനെ, എന്നെ കുഴിയിൽ നിന്ന് പിടിച്ചുയർത്തിയവനെ. കൈകൊടുത്തവരാ സുവിശേഷം അറിയിക്കണം പറഞ്ഞേ. എന്നിട്ട് പറ, അറ്റ്ലീസ്റ്റ് അറിയിച്ചു 10 ആത്മാക്കളെ നേടുന്നവനെ തോണ്ടാതെ ലഭിക്കുക എന്ന് പറഞ്ഞിട്ട് ചില പത്രം ഇറക്കുന്നു. എന്തിനു വേണ്ടി മാത്രം? വേറെ ഒരു കുഴപ്പക്കാരും പിടിക്കത്തില്ല. സുവിശേഷം പറഞ്ഞ 10 ആത്മാക്കളെ നേടുന്നവന് കുഴപ്പമിടുന്നു. അയ്യോ കഷ്ടം. ഒന്നുമില്ലെങ്കിലും എൻ്റെ ജീവിതം നിമിത്തം എൻ്റെ കർത്താവിൻ്റെ നാമം ദൂഷിക്കുന്ന ഒരു പരിപാടി ചെയ്യാതിരിക്കാൻ നമുക്കൊക്കത്തില്ല കേട്ടോ. നമ്മൾ ആഗ്രഹിക്കണ്ടേ, എനിക്കത് വരില്ലേ കർത്താവേ. സ്തോത്രം. നമ്മളാരും സാക്ഷ്യമുള്ള ജീവിതം ഞാൻ നയിക്കുമെന്ന് പറഞ്ഞ് ശക്തിയോടെ പറയാൻ കഴിവുള്ളവരും ഇവിടെ ഉണ്ടോ? എനിക്ക് കഴിവില്ല. പക്ഷെ ഞാൻ ആത്മാവിനെ ട്രസ്റ്റ് ചെയ്യാണ്. ഹല്ലേലൂയ. ആത്മാവ് എനിക്ക് തുണ നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. വീഴാതെ വണ്ണം എന്നെ സൂക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കർത്താവിൻ്റെ സാക്ഷിയാക്കി നിർത്തും. വലിയവരോടും ചെറിയവരോടും എൻ്റെ കർത്താവിൻ്റെ സാക്ഷ്യം പറയുവാൻ ഇന്നയോളം കർത്താവിനെ നിർത്തിയെന്ന പൗലോസ് പറഞ്ഞു. നമ്മുടെ വിചാരം കർത്താവ് നമ്മളെ നിർത്തിയത് നമ്മുടെ മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ വളർത്താനാണ്. അതൊരു കാര്യമാണ്, അല്ലെന്നല്ല ഞാൻ പറഞ്ഞു. പക്ഷേ അവൻ ഇന്നയോളം എന്നെ നിർത്തുകയും വലിയവരോടും ചെറിയവരോടും സാക്ഷ്യം പറയാൻ എന്നെ നിർത്തി. നിങ്ങൾ ഓരോരുത്തർ വേണം, നിങ്ങളായിരിക്കുന്ന മേഖലയിൽ നിങ്ങളെ പോലെ ഇൻഫ്ലുവൻസ് ഉള്ള വേറെ ആരുമില്ല. കൈകൊടുത്ത് പറഞ്ഞാട്ടെ. ഈ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ അവരോട് കളിക്കുന്ന കൂട്ടുകാരുടെ അടുക്കൽ ഇൻഫ്ലുവൻസ് അവർക്കാണോ എനിക്കാണോ? നിങ്ങൾ പറഞ്ഞാട്ടെ. നിങ്ങൾ പറയുമ്പോഴായിരിക്കും അവർ കേൾക്കുന്നത്, തോമസ് ഊട്ടി ബ്രദർ പറയുമ്പോഴായിരിക്കും നിങ്ങൾ പറയുന്നത്. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞാട്ടെ, നിങ്ങളുടെ ലോകത്ത് നിങ്ങളാണ് ഏറ്റവും ഇൻഫ്ലുവൻസ് ഉള്ള വ്യക്തി. നിങ്ങൾ സ്ഥിരം റൊട്ടി മേടിക്കുന്ന ബേക്കറിക്കാരൻ്റെ അടുക്കൽ, നിങ്ങളുടെ വീട്ടിൽ എന്നും മീൻ കൊണ്ടിരുന്ന മീൻകാരൻ്റെ അടുക്കൽ എനിക്ക് ഇൻഫ്ലുവൻസ് ഇല്ല, നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ്. തന്നെ അടിച്ച് ജയിലിലിട്ട കാരാഗ്രഹ പ്രമാണിയെ പോലും വിശ്വാസത്തിലേക്ക് നടത്തിയ നിന്നെ തോണ്ടാൻ ഒരാൾ വന്നാൽ അതുപോലും നിന്റെ സുവിശേഷ വയല. കൈകൊടുത്ത് പറഞ്ഞു. ഹൃദയങ്ങൾ തുറക്കട്ടെ, മനസ്സുകൾ തുറക്കട്ടെ. ഹെവൻലി ഫീസ്റ്റിന് ഇവിടെ പീഡനം വന്നതല്ല, സുവിശേഷത്തിന്റെ വാതിൽ തുറന്നതാ. ഹല്ലേലൂയ. ഒരു വെളിച്ചമായി നീ ചെല്ലുന്നിടമെല്ലാം വെളിച്ചമാവും. ബാക്കി കർത്താവ് ചെയ്യും. 1-2 പേരോട് പറ, ചിരിക്കുക, സ്തുതിക്കുക, പറഞ്ഞാട്ടെ, പ്രകീർത്തിക്കുക, പ്രഘോഷിക്കുക. അതായിരിക്കട്ടെ നമ്മുടെ ജീവിതം. ബാക്കി ഇനിയും കുറച്ച് പ്രായം കൂടെ ഉണ്ട്, അത് അടുത്ത ആഴ്ച കേൾക്കാം. പ്രൈസ് ദി ലോർഡ്. അത് പ്രവചിക്കുക, വിശ്വാസം പ്രഖ്യാപിക്കുക, ഇതൊക്കെ ഇനിയും കിടപ്പുണ്ട്, നമുക്ക് പിന്നെ പറയാം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഈ 2 കാര്യം ഒന്ന് സ്തുതിക്കുകയും നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോരുത്തർക്കൂടും ഈ കർത്താവിൻ്റെ സാക്ഷ്യം നേരിട്ട് വെർബലി വാക്കാലും പറയാൻ പറ്റിയില്ലെങ്കിലും നമ്മളെ കാണുമ്പോൾ നമ്മളൊരു കർത്താവിനെ സേവിക്കുന്നുണ്ട്, അവന് തോന്നത്തെ കാണുമെങ്കിലും ഓരോ ദിവസം എന്നെ അങ്ങനെ ആക്കണേ എന്ന് പ്രാർത്ഥിച്ചൊന്ന് തുടങ്ങാവോ? എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? എന്നാ ഒന്ന് ചാടി ദിവസം എഴുന്നേറ്റിട്ട് പറഞ്ഞ, കർത്താവേ, ഞാൻ നിമിത്തം നിന്റെ നാമം
അനേകരറിയുവാൻ എന്നെ നീ ഒന്ന് രൂപാന്തരപ്പെടുത്തും. എന്തോ സംഭവിച്ചതാ? ഷുഗറിന്റെ അസുഖം നിമിത്തം കാല് രണ്ടും വേദനയായി, അസ്വസ്ഥ, ചവിട്ടുന്നൊന്നും അറിയത്തില്ലായിരുന്നു. സെൻസേഷൻ ഇല്ലായിരുന്നു, ചവിട്ടുന്നിടം അറിയില്ലായിരുന്നു. എന്നിട്ട് ഇപ്പൊ എനിക്ക് കർത്താവിന്റെ നാമത്തിൽ എനിക്ക് പൂർണ്ണ സൗഖ്യമായി. അതുപോലെ തന്നെ എനിക്ക് സ്പർശനശേഷി മടക്കി കിട്ടിയോ? അറിയാം. തൊട്ട് നോക്കിയേ, തൊട്ട് നോക്കിയായിരുന്നു. തൊട്ടിട്ടാ വരുന്നേ. തൊട്ട് നോക്കി സൗഖ്യമായി കരമടിച്ച് വായി തുറന്ന് കർത്താവിനെ സ്തുതിക്കാം. 2015 ബ്രസ്റ്റിന് ക്യാൻസർ, അത് റിമൂവ് ചെയ്ത് കളഞ്ഞു. വീണ്ടും 1 വർഷത്തെ ചികിത്സയ്ക്ക് വന്നപ്പോൾ പരിശോധനയ്ക്ക് വന്നപ്പോൾ ഇവിടെ ഒരു മുഴ കണ്ടു. ഞാനിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം ഇവിടെ വരുന്നത്. അന്ന് ബ്രദർ പ്രാർത്ഥിച്ചോ പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്യേണ്ട ഒരു കേസ് അതിന്മേൽ വിടുതൽ കൽപ്പിച്ചെന്ന്. എനിക്ക് ഡേറ്റ് വരെ തന്നിടും ഓപ്പറേഷന് വേണ്ടി, മേജർ ഓപ്പറേഷൻ. പക്ഷെ ദൈവം എന്നെ കാത്തു. ഇപ്പം ബയോപ്സിക്ക് ഞാൻ പോയി, കുത്തിയെടുക്കാൻ ബയോപ്സി ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് അങ്ങനെ ഒരു മുഴ കാണുന്നില്ല. ഏത് ഹോസ്പിറ്റലിലാ പോയി? കാർത്താസ് ഡോക്ടർ ഗംഗാധരനാ പറഞ്ഞേ ബയോപ്സിക്ക് വിടാൻ വേണ്ടി. അത് കഴിഞ്ഞ് പിന്നെ മുഴ ഇല്ലെന്ന് പറഞ്ഞ ആര്? അത് ബയോപ്സിക്ക് ചെയ്യാൻ വേണ്ടി ആ റൂമിൽ ചെന്നു. ഞാൻ അന്നേരം അതെല്ലാം പ്രാർത്ഥിച്ച് കർത്താവ് എൻ്റെ മേലെ എന്നെ കത്തി വെക്കാൻ നീ സമ്മതിക്കരുന്ന്. എന്നോട് പറഞ്ഞു ആ റിപ്പോർട്ട് കൊണ്ടുവന്ന് കാണിച്ചു. അപ്പോൾ റിപ്പോർട്ട് കാണിച്ചപ്പോൾ അവർ പറഞ്ഞ് ഫിലിം ഞങ്ങൾക്ക് കാണണമെന്ന്. അപ്പോൾ ഞാൻ ഈ ഫിലിമും കൊണ്ട് കാണിക്കാൻ നേരത്തെ ഡോക്ടർ പറഞ്ഞു അങ്ങനെ ഒരു മുഴ ഇതിനകത്ത് കാണുന്നില്ല. കരമടിച്ച് നമുക്ക് കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. പ്രിയപ്പെട്ടവരെ, നല്ല ഒരു സന്ദേശം നമ്മൾ കേട്ടു. ദൈവവചനം പ്രസംഗിക്കപ്പെടുന്നിടത്ത് അത്ഭുതങ്ങൾ നടക്കും. നമ്മൾ നല്ലൊരു സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. ആ സഹോദരി വളരെ നാളുകളായിട്ട് ഭാരപ്പെട്ടുകൊണ്ടിരുന്ന തൻ്റെ ഹൃദയത്തിലെ സന്തോഷം, തൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തിയ ആ ശരീരത്തിലെ ആ മുഴ ഒരു നിമിഷം കൊണ്ട് കർത്താവ് സൗഖ്യമാക്കി. ദൈവവചനം അതിന് മാറ്റമില്ല. ഇന്നും വചനം അത്ഭുതം ചെയ്യും. ഇന്ന് നമ്മൾ കേട്ടതായ ദൈവവചനം നമ്മൾ വിശ്വാസത്തോടൊന്ന് ഏറ്റെടുത്താൽ അത് നമ്മുടെ ജീവിതത്തിൽ അത് വിടുതലായി തീരും. ഇതിന് ഒരു മാറ്റവും ഇല്ല. നമുക്ക് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് ആ കേട്ട വചനം ഞാൻ വിശ്വാസത്താൽ ഏറ്റെടുക്കുക. എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം കർത്താവ് ചെയ്യണം. ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ തലമുറയിൽ കർത്താവ് അത്ഭുതം ചെയ്യും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ആ വചനങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. വചനം അത് ക്രിയ ചെയ്യാതെ മടങ്ങി വരത്തില്ല എന്ന് പറയുന്നത് പോലെ ഇന്ന് കേട്ട വചനങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് അത്ഭുതമായിട്ട് മാറട്ടെ. അവരുടെ ശരീരത്തിന് അത് സൗഖ്യമായിട്ട് മാറട്ടെ. അവരുടെ ഭവനങ്ങളിൽ അത് സമാധാനമായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ശാരീരികമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും മാറട്ടെ. അസ്ഥി ദ്രവിക്കുന്ന ആ പ്രയാസം ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. കർത്താവിൻ്റെ കരം ഇപ്പോൾ തന്നെ തൊടണം. യേശുവിൻ്റെ നാമത്തിൽ സർജറികൾ മാറിപ്പോകട്ടെ. ഹാർട്ടിൻ്റെ ബ്ലോക്കുകൾ ഇപ്പോൾ തന്നെ അപ്രത്യക്ഷമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ഭാരങ്ങളും മാറി സമാധാനം ഓരോ ഭവനങ്ങളിൽ ഉണ്ടാകട്ടെ. വഴികളും വാതിലുകളും ഇവർക്ക് വേണ്ടി തുറക്കപ്പെടട്ടെ. തലമുറയിൽ അനുഗ്രഹം വരട്ടെ. കുടുംബജീവിതത്തിൽ നന്മ വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ആത്മീയമായിട്ടുള്ള വലിയ ബലം, ധൈര്യം ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും കാണാം. കർത്താവ് തൻ്റെ കൃപയെ നിങ്ങളെ സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.